വർക്ക് ചെയ്യുന്നവന് കൂലി കൊടുക്കാൻ മടിയുള്ളൊരു നാടാണ് നമ്മുടേത്. വർക്കിനനുസൃതമായി കൂലി കൊടുക്കില്ല. ചാരിറ്റിക്ക് പൈസ കൊടുക്കാൻ ഒരു മടിയുമില്ല. ചാരിറ്റിയെ പോസിറ്റീവായിട്ട് തന്നെ കണ്ണോട് പറഞ്ഞു. നമ്മൾ കൊടുക്കേണ്ടവർക്ക് നമുക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി കൊടുക്കണം. എവിടെയാണ് വ്യത്യാസം എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സ്ഥാപനത്തിൽ ഒരമ്മച്ചി വരുമായിരുന്നു. അമ്മച്ചി പപ്പട കച്ചവട, ഏകദേശം 80 വയസ്സ് പ്രായമുള്ള അമ്മച്ചി തന്നെത്താൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പപ്പട. ആ പപ്പടം കൊണ്ട് വരുമ്പോൾ ഞാൻ വീട്ടിൽ പപ്പടം ഉണ്ടെങ്കിലും ഞാൻ മേടിക്കും. എൻ്റെ വീട്ടിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ടെങ്കിൽ പോലും 100 രൂപയ്ക്കോ 150 രൂപയ്ക്കോ 200 രൂപയ്ക്ക് എനിക്ക് വേണ്ട മേടിക്കാൻ അത്രയും സാധനം ഞാൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും, ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ എൻ്റെ ഓഫീസിലുള്ള പല ആൾക്കാരും വേണ്ട എന്ന് പറയും. കാര്യം ഇതിനെ കഴിഞ്ഞ് 5 രൂപ കുറവാണ് അവിടെ സൂപ്പർ മാർക്കറ്റിൽ, 2 രൂപ കുറവാണ്. ആ 2 രൂപ 5 രൂപയുടെ കണക്ക് പറഞ്ഞു മാത്രമല്ല ഈ അമ്മച്ചിയാണ് വൃത്തിയൊക്കെ കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മേടിക്കാതിരിക്കും. ഇവർ ഈ അമ്മച്ചി പോയി കഴിഞ്ഞ് ഒരാൾ ചികിത്സാ സഹായത്തിന് വരുമെന്ന് വിചാരിച്ചു, ഒരു മടിയും കൂടാതെ ഇവർ 50 രൂപ 100 രൂപ എടുത്ത് അവർ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആ 100 രൂപയുടെ പപ്പടം വിൽക്കുമ്പോൾ ആ അമ്മയ്ക്ക് കിട്ടാൻ പോകുന്ന 10 രൂപയോ 20 രൂപയോ ലാഭമാണ്. ചികിത്സാ സഹായം ചോദിച്ചു വരുന്ന ആൾക്ക് കിട്ടുന്ന 50 രൂപയും 100 രൂപയും 5 പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ കിട്ടുന്ന സംഭവമാണ്. ആരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ആ അമ്മ ഇത് അറിയുവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പപ്പടം വിൽക്കണമെങ്കിൽ ഇത്രയും കഥകളെല്ലാം പറഞ്ഞിട്ട് 20 രൂപ ലാഭം കിട്ടുകയും വെറുതെ വന്ന് കൈ നീട്ടിയാൽ 50 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ അമ്മ നാളെ എന്ത് ചെയ്യും? ഇത് നിർത്തിയിട്ട് നാളെ മുതൽ യാചിക്കാൻ തുടങ്ങും. ആണല്ലോ, ആ യാചിക്കുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിയില്ലേ? ആ അധ്വാനിക്കുന്നവർക്ക് പൈസ കൊടുക്കാൻ നമുക്ക് മടിയല്ലേ? ഇതേ കാര്യമല്ലേ സോഷ്യൽ വർക്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്വാനിക്കുന്ന വ്യക്തികൾക്ക്, നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികൾക്ക് അവർക്കൊരു സർവീസ് നൽകുന്ന ആ സർവീസിനുള്ള കൂലി 2 രൂപ കൂടുതൽ കൊടുത്തോ, 10 രൂപ കൂടുതൽ കൊടുത്തോ. നിങ്ങൾ യാചിക്കാൻ പറ്റുന്ന ചേട്ടനോട് പറ, ചേട്ടാ ഒരു കാര്യം ചെയ്യും, 10 രൂപയുടെ പേന എടുത്ത് വിൽക്കുക, ഞങ്ങൾ 15 രൂപ തരാം, നിങ്ങൾ കൊടുത്തോ, 20 രൂപ കൊടുത്തോ. അവരൊരു സാധനം, ഒരു പ്രോഡക്റ്റ് തന്നിട്ട് ആ പ്രോഡക്റ്റിന് ആ സർവീസിന് അവർക്കൊരു വാല്യൂ ഉണ്ടാകും. അവർ ജീവിതത്തിൽ ഒരു മൂല്യം കണ്ടുപിടിക്കും. മറ്റേ യാചിക്കുന്നതിന് ഒരു മടിയില്ലാതെ മാറിക്കുക. അതുകൊണ്ട് നോക്കിയോ, എന്ത് സംഭവം ഉണ്ടെങ്കിലും ചികിത്സാ സഹായം മേടിക്കാൻ വേണ്ടി നമ്മൾ നോക്കി നിൽക്കുക. എൻ്റെ പേര് പറയണം, മോശം. ആ ചേട്ടൻ പറഞ്ഞൊരു വർക്ക്ഷോപ്പ് ഇടുന്ന ആളാണ്. നല്ലോണം പണിയെടുത്ത് ദിവസം 2000 രൂപ 2500 രൂപ ദിവസം കൂലി കിട്ടുന്ന ആളാണ്. വെള്ളമടിക്കുന്ന പറഞ്ഞാൽ വെള്ളമടി ഉസ്താദ്, അടിച്ച് പാമ്പാട്ട് വരത്തുള്ളൂ. 2 പെമ്മക്കളാണ്. അപ്പോൾ ഞാനൊരിക്കലും ഇദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ വെള്ളമടിച്ച്, ഇത്രയും പ്രായമല്ലേ ഉള്ളൂ, ഇങ്ങനെ വെള്ളമടിച്ച് ചേട്ടൻ്റെ കരൽ പോകത്തില്ലേ? താമസിക്കാതെ കിടന്നു പോകത്തില്ലേ? മരണം വരെ സംഭവിക്കാം. പെമ്മക്കളുടെ കാര്യം എങ്ങനെയാണ്? ഇവരെ കെട്ടിക്കണ്ടേ, ഇവരെ പഠിപ്പിക്കണ്ടേ, കെട്ടിക്കണ്ടേ, എന്ത് ചെയ്യും? എനിക്കതിനെക്കുറിച്ച് തൊട്ടും പേടിയില്ല ജീഷേ. എന്നാ അതൊക്കെ നിങ്ങൾ നാട്ടുകാർ നടത്തിക്കോളൂല്ലോ. സീരിയസ്ലി ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ? നമ്മളെന്നും കാണുന്നതല്ല, ഇവിടെ ബോർഡ് വെച്ചുകൊണ്ട് അവർക്ക് കിഡ്നി സഹായം, കരൾ മാറ്റി വെക്കൽ, ചികിത്സാ സഹായം, മക്കളെ കെട്ടിക്കാൻ നിങ്ങളുടെ നാട്ടുകാരോട് പിന്നോട്ട് ചെയ്തോളൂല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ഈ നാട്ടിൽ? പണി എളുപ്പമല്ലേ? ഇനി ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ജീവിക്കുന്നവരെല്ലാം അടിച്ചു പൊളിച്ചാണ് ജീവിക്കുന്നത്. എല്ലാ ദിവസവും വെള്ളം അടിച്ച് പലഹാരം മേടിച്ച് കഴിച്ച് കറങ്ങി നടക്കുന്നത്. ഇവരെ സഹായിക്കാൻ പോകുന്ന പാവപ്പെട്ടവനോ, ഏറ്റവും പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, ഡെയിലി കൂലിക്ക് ഓട്ടോയിൽ കയറാതെ ബസ്സേ കയറി വരുന്ന, നാരങ്ങ വെള്ളം കുടിക്കാതെ പച്ചവെള്ളം കുടിക്കുന്ന, ചോറ് മേടിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ കറി പോലും മേടിക്കാതെ പിശിക്ക് നിൽക്കുന്ന നമ്മളാണ് ചികിത്സയായിട്ട് 500 രൂപ 1000 രൂപ കൊടുക്കുന്നത്. അവർ പിന്നെ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക, അനുഭവിക്കുന്നവർ സുഖമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ശരിയാണോ? ഈ ചാരിറ്റി എന്നുള്ള കോൺസെപ്റ്റിനെ പോസിറ്റീവാക്കി മാറ്റുക. പണിയെടുക്കാൻ ആരോഗ്യമുള്ളവൻ കൈ നീട്ടുമ്പോൾ പൈസ കൊടുക്കാതെ, ചേട്ടാ ഇന്ന വർക്ക് ചെയ്യും, ഞാൻ തരാമെന്ന് പറയുക. മുമ്പിൽ ഒരാൾ വർക്ക് ചെയ്താൽ കൂലി കൊടുക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. അത് ഓട്ടോക്കാരായിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, കൗൺസിലർ ആയിക്കോട്ടെ, ട്രെയിനർ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, ട്യൂഷൻ ടീച്ചർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്ക് അനുസൃതമായ കൂലി നമ്മൾ കൊടുത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ആ കൂലി മേടിക്കാനുള്ള ചങ്കൂറ്റുണ്ടാവും. സർവീസ് അല്ല ഈ പരിപാടി എന്നെല്ലാം വിചാരിക്കുക. സോഷ്യൽ വർക്ക് എന്നുള്ളതെല്ലാം കൊടുക്കലാന്നും കുറേ ഫുഡ് കൊണ്ട് വിതരണം ചെയ്യലാന്നും രക്ഷപ്പെടത്തില്ല ഒരാൾ. പൈസ കൊടുത്ത് ആ സർവീസ് മേടിക്കാൻ പഠിക്കണം. ഇസ് ദാറ്റ് ക്ലിയർ? റെഡിയാണോ?